ിന്റെ ശക്തി നമുക്ക് മുന്നിലേക്ക് എത്തിച്ച ഒരു മഹത്തായ കലാകാരി കൂടിയാണ്. ഇക്കോ എന്ന സിനിമയിൽ പോലും മ്ലാത്തി ചേട്ടത്തിയായി ശബ്ദമായി നമുക്ക് മുന്നിലെത്തിയത് KPSC ലീല ചേച്ചിയാണ്. ഷാൽബിൻ ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഫൗണ്ടർ കൂടിയാണ്. ഷാൽബിനാണ്. ഒപ്പം തന്നെ രഞ്ജിനി ചേച്ചിയും കൂടെ ചേർന്നിട്ട് പൊന്നാട ചാർത്താണ്. നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഈ മഹത്തായ കലാകാരിക്ക് ഞങ്ങളുടെ സ്നേഹം അറിയിക്കുകയാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അനവധി കഥാപാത്രങ്ങളായി അരങ്ങിലൂടെ നമുക്ക് മുന്നിൽ മിന്നിയ ഈ മഹത് പ്രതിഭയ്ക്ക് വേണ്ടിയുള്ള സ്നേഹം ഞങ്ങൾ ഇവിടെ അറിയിക്കുന്നു. KPSC ലീല ചേച്ചി. ഇനി മിമെന്റോ നൽകുന്നത് ഞങ്ങളുടെ രഞ്ജിനി ചേച്ചിയാണ്. ഓണർ ഓഫ് ഡിസ്റ്റിങ്ഷൻ ആണ് ഞങ്ങളുടെ ലീല ചേച്ചിക്ക് ഞങ്ങൾ നൽകുന്നത്. രഞ്ജിനി ചേച്ചി പ്ലീസ് ഡു ദി ഓണർ. ഞങ്ങളുടെ ഓണർ ഓഫ് ഡിസ്റ്റിങ്ഷൻ ആണ് ഞങ്ങളിവിടെ ലീല ചേച്ചിക്ക് നൽകുന്നത്. ഞങ്ങളുടെ വേദിയിൽ ഇന്ന് അരങ്ങേറുന്നതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊമെന്റ്. ഇനി ഡാസ്ലർ റിട്ടേൺ നൽകുന്ന ഒരു ഗിഫ്റ്റ് കൂടി ഷാൽബിൻ നൽകുകയാണ്. സോ ലീല ചേച്ചിക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റും കൂടിയാണ്. ട്രോഫിയും ഇതും സ്വീകരിക്കാം. സർട്ടിഫിക്കറ്റ് രഞ്ജിനി ചേച്ചി അഗൈൻ. സർട്ടിഫിക്കറ്റ് അഗൈൻ. ഡൺ. ലീല ചേച്ചി സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് രഞ്ജിനി ചേച്ചിയോട് ഞാൻ ചോദിക്കുകയാണ്. കാരണം എത്രയോ വേദികളിൽ ലീല ചേച്ചിയുമായിട്ട് സാന്നിധ്യം പങ്കിടാനായിട്ടുള്ള ഒരു വലിയ ഭാഗ്യം ലഭിച്ച ആൾ കൂടിയാണ്. സോ ഈ ഒരു മൊമെന്റിൽ എന്താണ് രഞ്ജിനി ചേച്ചിക്ക് പറയാനുള്ളത്? നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ വേദിയിൽ ഇങ്ങനെ ഒരു ഡ്യൂട്ടി ചെയ്യാൻ സാധിച്ചതിൽ. ഞാൻ ലീല ചേച്ചിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, മലയാളികൾക്ക് ഒരു പഴയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ലീല ചേച്ചി പഴയ KPSCയുടെ നാടകങ്ങളിലൂടെയാണ് കലാരംഗത്തേക്ക് വന്നത്. സ്കൂളിൽ പഠിക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കുറേ കാലങ്ങൾക്ക് മുമ്പ് കമൽ സാറിൻ്റെ നടൻ എന്ന ചിത്രത്തിൽ എൻ്റെ മകൾ അഭിനയിക്കുകയായിരുന്നു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട്. അന്ന് ലളിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കഥ പറയട്ടെ? ഓക്കെ. ലളിത ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ കൊല്ലത്തുണ്ട്. എന്നിട്ട് ഈ ഫ്രണ്ടിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്, ഈ KPSC ലീല. ഞാൻ പറഞ്ഞു, അറിയാം, നമുക്കൊക്കെ അറിയാം. അപ്പോൾ പറഞ്ഞു, എന്തൊരു കഴിവുള്ള ആക്ട്രസ് ആണ്, നടിയാണെന്ന് അറിയാമോ, പക്ഷേ ലീല ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് ലീല ഇങ്ങോട്ട് വിളിക്കണം, നമുക്ക് ഒന്നിച്ച് ഊണ് കഴിക്കണം എന്ന് പറയുന്നു. അങ്ങനെ കമൽ സാറിനോട് പറയുന്നു, ഞങ്ങൾ ലീല ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യുന്നു. ലീല ചേച്ചി വരുന്നു. ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു. പിറ്റേ ദിവസം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ 2-3 ദിവസം കൊണ്ട് ഞങ്ങൾ വളരെയധികം അടുത്തു. ഇതൊരു 10 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഞങ്ങൾ ലീല ചേച്ചിയുടെ ഒരു ആഗ്രഹം, ലളിത ചേച്ചിയുടെ ഒരു ആഗ്രഹമായിരുന്നു ലീല ചേച്ചി സിനിമയിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത്. പഴയ കാലത്ത് ചേച്ചിയുടെ നാടകങ്ങളും ഒക്കെ കണ്ടിട്ടുള്ള ഓർമ്മയിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചതാണ് KPSC ലീല എന്ന, ഒരുപക്ഷെ ലളിത ചേച്ചിയെക്കാളും സീനിയറാ അല്ലേ? ആണ്. അപ്പോൾ ലീല ചേച്ചി ഈ രംഗത്തേക്ക് വരണം എന്നുള്ളത്, അത് ആ പ്രെഡിക്ഷൻ സംഭവിച്ചു. ലീല ചേച്ചി ഇന്ന് ലീല ചേച്ചി നമ്മൾ മലയാളത്തിലെ സിനിമക്കാരുടെ ഒക്കെ ഇഷ്ടമുള്ള നടിയാണ്. ശബ്ദം കൊടുക്കുന്ന ആർട്ടിസ്റ്റാണ്. ഇക്കോ എന്ന സിനിമയിൽ ശബ്ദവും കൊടുത്തു അല്ലേ? അങ്ങനെ ലീല ചേച്ചി തിരിച്ച് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതിന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ലീല ചേച്ചി വന്നതിന് ശേഷം ഇങ്ങനൊരു വേദി ഡിജിറ്റൽ മീഡിയയിൽ വരെ സാന്നിധ്യമായി കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. അത് എനിക്കങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് ഒരു ബിഗ് താങ്ക് യു. ഇങ്ങനൊരു കാര്യം നിങ്ങൾ നിശ്ചയിച്ചു, ലീല ചേച്ചിയെ വിളിച്ചു എന്നുള്ളതിൽ എല്ലാ ഗുരുത്വവും, എല്ലാ സന്തോഷവും, എല്ലാം നിറവോട് കൂടിയാണ് ഈ വേദിയിൽ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത്. സന്തോഷം. താങ്ക് യു മീര. ചേച്ചി സംസാരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഫൗണ്ടർ ഷാൽബിൻ ആണ് ഇനി പറയുന്നത്. ഷാൽബിൻ, ഒരു കാര്യം അറിയോ? വിജയരാഘവൻ ചേട്ടനും ചേച്ചിയും കൂടെ ലൈവായിട്ട് ഞങ്ങൾ ഒരു സ്റ്റേജിൽ പങ്കിട്ടിട്ടുണ്ടായിരുന്ന ഒരു മൊമെന്റ്. അന്ന് വിജയരാഘവേട്ടൻ പറഞ്ഞത്, കുട്ടേട്ടൻ പറഞ്ഞത്, ഒരു കാലത്ത് നാടകവേദികളിൽ ഏറ്റവും കൂടുതൽ പ്രണയ ലേഖനങ്ങൾ തേടിയെത്തിയ സുന്ദരിയായിരുന്നു ലീല ചേച്ചി എന്നാണ്. അമ്മാതിരിയുള്ള സൗന്ദര്യമായിരുന്നു. ആണുങ്ങളെല്ലാവരും ഇങ്ങനെ ക്രഷ് അടിച്ചിരുന്ന നാടകം കണ്ടൊരു മൊമെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാൽബിൻ, എന്താണ് പറയാനുള്ളത്? ചേച്ചിന്റെ അടുത്തൊക്കെ ഒരു സ്റ്റേജ് സ്ക്രീൻ പ്രസസ് കിട്ടിയതിന് ഞാൻ ഭയങ്കര കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു ചേച്ചി, മൈൽ സ്റ്റോണിൽ വന്നതിന്. ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. അതെ, ലീല ചേച്ചി ഇപ്പൊ സുന്ദരിയല്ലേ? ലീല ചേച്ചി സുന്ദരിയല്ലേ? ആണ്.
ചേച്ചി എത്ര പ്രണയലേഖനം മാക്സിമം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞൊന്ന് തുടങ്ങണം. ഒത്തിരി പ്രണയലേഖനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഒന്നും വായിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അല്ല, എന്നാലും കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു വന്ന് കുട്ടേട്ടൻ പറഞ്ഞു, അതായത് കൈയൊക്കെ മുറിച്ചു വരെ പ്രണയാഭ്യർത്ഥന നടത്തിയ ഒരുപാട് വലിയ മുതലാളിമാരൊക്കെ അന്ന് ഉണ്ടായിരുന്നു. KPSC വരുന്ന കത്തുകളെല്ലാം അവരെടുത്തു വെക്കും, ഞങ്ങൾക്ക് ആർക്കും തരില്ല, ആർക്കും കൊടുക്കില്ല. വീട്ടിൽ വരുന്നതെല്ലാം അച്ഛനെടുത്ത് മാറ്റി വെക്കും. അങ്ങനെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോൾ ഓഫീസിലുള്ള ഓരോരുത്തര് അങ്ങനെ ഡാൻസിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങൾ, കത്തിലുണ്ടായിരുന്ന കാര്യങ്ങൾ പറയും. ഓ, ലീലയുടെ പാദസ്വരങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ ചെവിയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഓരോരുത്തരും എന്നെ കളിയാക്കി ഇങ്ങനെ പറയുമായിരുന്നു. അല്ലാണ്ട് കത്തുകളൊന്നും വായിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. എന്നാലും ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുമ്പം മ്ലാത്തി ചേട്ടത്തിയായിട്ടാണ് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു മൊമെന്റ് അതിൽ നമുക്കൊന്ന് ചേച്ചി ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എക്കോയില്? കാരണം ഇന്നത്തെ ജനറേഷൻ ഞാൻ ഓർമ്മിക്കുന്നില്ല, ഞാൻ അഭിനയിക്കാത്തതല്ലേ. അപ്പൊ കിട്ടിയ ഡയലോഗ് അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, ഞാൻ കാണാതെ ഒന്നും ഓർമ്മിക്കുന്നില്ല. എന്നാൽ ഏത് സീനാണ് ചേച്ചി അതിൽ ഏറ്റവും ചേച്ചി കുറച്ചധികം കഷ്ടപ്പെട്ട് ചേച്ചി ചെയ്തത്? ഒരുപാട് ചേച്ചിക്ക് കഷ്ടപ്പാടില്ല എന്നറിയാൻ ചെയ്യാനായിട്ട്, എന്നാലും ചേച്ചി ഭയങ്കരമായിട്ടും ചങ്കി തട്ടി ചേച്ചി ചെയ്തൊരു മൊമെന്റ്. ലാസ്റ്റ് മൊമെന്റില് അവനോട് പറയുന്നുണ്ട്, നിന്നെ അറിയുന്നത് വരെ എന്നൊരു വാചകം പറയുന്നുണ്ട്. അതായിരുന്നു അതിലേക്ക് വീഴാൻ കുറച്ച് താമസം വന്നുപോയി എന്നുള്ളതേ ഉള്ളൂ. മീര, ഒരു കാര്യമുണ്ട്, ഈ പണ്ടത്തെ നാടകം എന്ന് പറഞ്ഞാല് ഈ അഭിനയിക്കുന്നവര് തന്നെയാണ്, അഭിനയവും പാട്ടും ഒക്കെ അവര് തന്നെയാ. അപ്പൊ KPSC നാടകങ്ങളില് പാട്ടെന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായിരുന്നു അന്നത്തെ കാലത്തും ഇന്നും. അങ്ങനെ ഏതെങ്കിലും പാട്ട് ചേച്ചി പാടി അഭിനയിച്ച പാട്ട് ഓർമ്മയുണ്ടോ? എനിക്ക് പാട്ടറിയില്ലായിരുന്നു, എനിക്ക് വേറെ ആൾ പാടുമായിരുന്നു. ഞാൻ നർത്തകിയായിരുന്നു. കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടവും അവിടെ നിന്ന് ഭരതനാട്യമൊക്കെ പഠിച്ചിട്ട് അവിചാരിതമായിട്ട് നാടകത്തിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. ഈ നാടകം ഇഷ്ടമേ അല്ലായിരുന്നു. അങ്ങനെ എന്നെ അവർ പറഞ്ഞയക്കാനൊക്കെ ഇരുന്നതാ. പിന്നെ കണ്ടാൽ വേണ്ടില്ല, അതുകൊണ്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തി. പിന്നെ നായികാസ്ഥാനത്തെത്തി. ഒത്തിരി ആരാധകരെ സമ്പാദിക്കാൻ ആ കാലത്ത് കഴിഞ്ഞു. ഞങ്ങളുടെ വാൻ പോകുമ്പോൾ എതിരെ വണ്ടികൾ വന്ന് നിർത്തി, ലീലയെ ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു പണ്ട്. അന്നൊക്കെ അത് വളരെ സന്തോഷത്തോടെ കണ്ടിരുന്നു. ഇന്ന് പിന്നെ എല്ലാം പോയില്ലേ. പക്ഷെ നിറഞ്ഞ കൈയടി നൽകണം ചേച്ചി, ഇനിയും ഞങ്ങളോടൊപ്പം വേദിയിൽ ഉണ്ടാകണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് ഈ ഒരു മൊമെന്റിൽ. മലയാള നാടകവേദിയിലും സിനിമകളിലും ഒരുപോലെ തിളങ്ങുന്ന മുതിർന്ന അഭിനേത്രിയാണ് KPSC ലീല. 1960കളിൽ KPSC നാടകങ്ങളിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ അവർ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമകളിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തി. പമ്പാക്കുട സ്വദേശിയായ ലീല പ്രശസ്തമായ KPSC നാടകങ്ങളിലൂടെയാണ് ശ്രദ്ധേയമായത്. മുടിയനായ പുത്രൻ, പുതിയ ആകാശം പുതിയ ഭൂമി, അശ്വമേധം തുടങ്ങിയവ അവർ അഭിനയിച്ച പ്രധാന നാടകങ്ങളാണ്. നാടകങ്ങൾ സിനിമയായപ്പോഴും അവർ ആ കഥാപാത്രങ്ങളെ മികച്ചതാക്കി. അമ്മയെ കാണാൻ, അധ്യാപിക തുടങ്ങിയവ പഴയകാല ചിത്രങ്ങളിൽ ചിലതാണ്. 1970ലെ വിവാഹത്തോടെ സിനിമയിൽ നിന്നും അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന് അവർ 48 വർഷങ്ങൾക്ക് ശേഷം ജയരാജിന്റെ രൗദ്രം എന്ന ചിത്രത്തിലൂടെ തിരിച്ചെത്തി. രൗദ്രത്തിലെ പ്രകടനത്തിന് 2018ലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ പ്രത്യേക പരാമർശം ലഭിച്ചു. പിന്നീട് പൂക്കാലം, പൂവ് തുടങ്ങിയ സിനിമകളിലെ അഭിനയത്തിന് ക്രിട്ടിക്സ് അവാർഡുകളും സ്വന്തമാക്കി. അടുത്തിടെ ഗ്രാനി എന്ന ഹസ്രചിത്രത്തിലെയും മുത്തശ്ശി എന്ന OTT വെബ് സീരീസിലെയും ഹൊറർ വേഷങ്ങളിലൂടെ പുതിയ തലമുറയ്ക്കും പ്രിയങ്കരിയായി മാറി. കലാരംഗത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ മാനിച്ച് കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരവും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു, ഈ മുത്തശ്ശി പൊളിയാണെന്നാണ് ന്യൂജൻ പിള്ളേർ പറയുന്നത്. മോനെ, നിങ്ങൾ KPSC എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചു ചോദിച്ച് പഴയ തലമുറ രംഗത്തെത്തുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയുടെ ടൈം ലൈനുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മറ്റാരുമല്ല, മുതിർന്ന നടി KPSC ലീലയാണ്. OTT പ്ലാറ്റ്ഫോമായ C5ന്റെ പുതിയ വെബ് സീരീസായ മുത്തശ്ശിയിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അനന്തരാമന്റെ ഗ്രാനിയായുമൊക്കെ ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന KPSC ലീലയ്ക്ക് കൈയടിക്കുകയാണ് സോഷ്യൽ മീഡിയയുടെ പുത്തൻ തലമുറ.
ഈ മുത്തശ്ശി ഒരു രക്ഷയുമില്ലെന്നും ഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നുമാണ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നിറയുന്ന കമന്റുകൾ. എന്നാൽ ഈ കാണുന്ന മുത്തശ്ശി അത്ര ചില്ലറക്കാരിയല്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് 80s 90s അടങ്ങുന്ന പഴയ തലമുറ രംഗത്തെത്തിയതോടെയാണ് സംഭവം കൂടുതൽ ചർച്ചയായത്. മോനെ, KPSC എന്ന് കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ കായംകുളത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ നാടക സംഘടന. ഈ നാടകശാലയിൽ നിന്നും ഒരുപാട് പ്രതിഭകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊരാളാണ് ഈ പ്രതിഭ എന്ന് അവർ ന്യൂജൻ പിള്ളേരെ തിരുത്തി പറയുന്നു. പുതിയ തലമുറയ്ക്ക് KPSC ലീല എന്നത് ഒരുപക്ഷെ സമീപകാലത്ത് ഇറങ്ങിയ പൂക്കാലം സിനിമയിലെ കൊച്ചു ത്രേസ്യാമ്മ ആയിരിക്കാം. എന്നാൽ അതിനൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിലെ നാടക തട്ടകങ്ങളെ ഇളക്കിമറിച്ച സുവർണ നക്ഷത്രമായിരുന്നു അവർ. 1956 ഒക്ടോബർ PJ ആന്റണിയുടെ മുന്തിരിച്ചാറിലെ കുറെ കണ്ണീർ എന്ന നാടകത്തിൽ ഉപനായികയുടെ വേഷം ചെയ്തുകൊണ്ടാണ് ലീല തന്റെ അഭിനയ ജീവിതത്തിന് അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നീട് മലയാള നാടക ചരിത്രത്തിലെ ഇതിഹാസങ്ങളായ മുടിയനായ പുത്രൻ, പുതിയ ആകാശം, പുതിയ ഭൂമി, മുടിയനായ പുത്രൻ, പുതിയ ആകാശം, പുതിയ ഭൂമി എന്നീ നാടകങ്ങൾ പിന്നീട് സിനിമയായപ്പോൾ ലീലയിലൂടെ ആ കഥാപാത്രങ്ങൾ വെള്ളിത്തിരയിലും എത്തി.